ഹലോ, ഹായ്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? മീൻ മുട്ടയാണ് കേട്ടോ ഇത്. നല്ല മത്തിയുടെ മുട്ടയാണ്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുത്താലോ? അതിനായിട്ട് നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവയൊക്കെയാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ മീൻ മുട്ടയൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ് ഇവയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരണം. മാത്രമല്ല കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, എന്നാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളിയൊന്നും ഒരുപാട് വഴറ്റുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടായാൽ മാത്രം മതി. അപ്പം തന്നെ നമുക്കിതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടാണ് നമ്മളിതിൽ മീൻമുട്ട ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ മീൻമുട്ട റെഡിയായി വരുമ്പോഴേക്കും ഉള്ളിയൊക്കെ നല്ലപോലെ ഡ്രൈ ആയി കരിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി കരിയുന്നതിന് മുന്നേ തന്നെ മീൻമുട്ട നല്ലപോലെ വെന്തിട്ട് കിട്ടും. അപ്പോൾ കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. മീൻമുട്ട ചേർത്തതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറവിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം സിമ്മിലിട്ട് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂടി തുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻമുട്ട ആയതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെറിക്കും. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി മൂടി വെച്ച് തന്നെ വേവിക്കാം. ഉള്ളിയും മീൻമുട്ടയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഒരുമിച്ച് കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. മീൻമുട്ട വെന്ത് പാകമാകുമ്പോൾ ഒരു നല്ല ബ്രൗണിഷ് കളറായിരിക്കും. മീൻമുട്ട കഴിക്കാത്തവരായിട്ടോ അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവരായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ആ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ കുറച്ച് ചോറിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മീൻമുട്ട കഴിക്കുന്നതിനൊപ്പം തന്നെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ആ ചട്ടിയിൽ ചോറിട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോഴേക്കും വേവൊക്കെ ഒന്ന് പാകമായി നല്ല പോലെ സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. മത്തിയുടെ മുട്ട കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായി. ഉള്ളി ഒന്നും ഒരുപാട് ഡ്രൈ ആയി പോവാതെ നമുക്കൊരു തോരൻ കഴിക്കുന്ന പോലെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അത്രയും ടേസ്റ്റാണ്. ഇപ്പോൾ സീസൺ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ച് നോക്കണേ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.